അടുക്കളയിൽ അങ്ങോട്ട് ചെന്ന് കയറിയ പാടി എനിക്ക് നല്ല ദാഹമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വെള്ളം മാക്കം അങ്ങോട്ട് കുടിച്ചുകൊണ്ട് നിൽക്കാൻ നേരം അമ്മയുടെ വിളി വന്ന് ഇങ്ങോട്ട് വായോ ചക്ക വെട്ടണ്ടേ ഒന്ന്. ചക്ക മറ്റേ പാരിപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു. അങ്ങനെ അത് വെട്ടാനായിട്ട് നല്ല പൂരി അങ്ങോട്ട് അരം കണക്ക് മിനുക്കിയെടുത്ത് ഞാൻ ഈ പിച്ചാത്തി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ചക്കയ്ക്കകത്തിരിക്കും പിച്ചാത്തി എന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ കോടാലി കൊണ്ട് എന്തൊക്കെയായാലും ചക്ക 2 തുണ്ടായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കി എൻ്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞു. ഞാൻ ആദ്യം കുറച്ച് നേരം ഒന്ന് നോക്കി ഇതെങ്ങനെ വെട്ടും. അങ്ങനെ പിച്ചാത്തി വെച്ച് വെട്ടാൻ നേരം അമ്മ പറഞ്ഞു ഇത് വെച്ചല്ല കത്താൾ വെച്ച് വേണം വെട്ടാൻ. അങ്ങനെ കത്താൾ വെച്ച് എന്തൊക്കെയാലും വെട്ടിയപ്പോഴത്തേക്ക് അറുക്കം മുറുക്കം 2-3 പീസുകളായിട്ട് എന്തൊക്കെയാലും വെട്ടിക്കിത്തി. അങ്ങനെ വെട്ടിയ പണി 2-3 ചക്ക എടുത്തങ്ങോട്ട് തിന്നാൻ നേരം അമ്മ പറഞ്ഞ് ഇത് തിന്നാനുള്ള ചക്കയില്ല കറി വെക്കാനുള്ള ചക്കയാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് അതെല്ലാം ഞാൻ വെട്ടി അല്ലാതെ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇളക്കി ഞാൻ ഇട്ട് കൊടുത്ത് അമ്മ അതെല്ലാം കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതാണ്ട് ചക്കക്കുരു എല്ലാം അതിനകത്ത് വെച്ചിട്ട് പകുതി ചക്ക ഉണ്ടായിരുന്നു. അത് അമ്മ എന്തോ ചെയ്തെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അതാണ്ട് കൊഞ്ചു ചേട്ടൻ മേടിച്ചോണ്ട് പിറ്റേന്നത്തേക്കാണ്. അപ്പോൾ ചക്കയും കൊഞ്ചുമൊക്കെ ആയിട്ട് സൂപ്പറായിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. വറുത്തരച്ച് വെക്കാമെന്ന് വെച്ച് പിറ്റേന്ന് അങ്ങനെ താണ്ട ചേച്ചി എനിക്ക് രണ്ട് മുട്ടയും വെച്ചിട്ട് ഒരു മുട്ടക്കറി തന്നു. അങ്ങനെ മുട്ടക്കറിക്കകത്ത് മുക്കി ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് മക്കൾക്ക് ആ 2 മുട്ടയും വെച്ചിട്ട് മക്കൾക്ക് ഫുഡും കൊടുത്തിട്ട് കുറച്ച് അടുക്കളയൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയൊക്കെ ഒതുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രണ്ടിലത്തെ ഹാളൊന്നും തൂത്തിട്ടില്ല. എനിക്ക് ഹാള് തൂത്തില്ലേലും ഒക്കെ എനിക്ക് എന്തോ ഒരു പരവേശമാണ്. എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. കിടന്നുറങ്ങുമ്പോൾ എനിക്ക് അയ്യോ ആ പണി തീർന്നില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്നൊരു മനസ്സിലൊരു സമാധാനക്കേടാണ്. അങ്ങനെ നേരെ വന്ന് അടുക്കളയൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഹോളൊക്കെ തൂത്ത് തുടച്ച് പിന്നെ കുളിച്ച് നമ്മൾ കിടക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമുണ്ട്. എൻ്റെ ഈശ്വര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഞാൻ എന്നും വീട് തുടയ്ക്കും തൂക്കും നല്ലപോലെ വൃത്തിയാക്കിയിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ദിവസം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ സി യു.